അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സൂറത്ത് മറിയം ഇസ്മായിൽ നബി അലൈഹിസ്സലാമിനെ സംബന്ധിച്ചിട്ട് അതുക്ക് മുന്നൊരു മൂസാ നബി അലൈഹിസ്സലാമിനെ സംബന്ധിച്ചിട്ട് ഇപ്പൊ ഇദ്രീസ് നബി അലൈഹിസ്സലാമിനെ കുറിച്ചായിട്ട് ഇവിടെ ചൊല്ലുകൊണ്ട് വദ്കുറു ഫിൽ കിതാബി ഇദ്രീസ്. ഇദ്രീസ് നബി അലൈഹിസ്സലാമിനെ കുറിച്ച് ചൊന്നു കൊടുക്കുന്നു. ഇദ്രീസിന്റെ എന്നുള്ളത് അയാളെ സ്ഥാനപ്പേരുണ്ടും ഉഹ്നൂക്കുണ്ടായിട്ടിക്കണ പേര് മഹാനായ ഷീസ് നബി അലൈഹിസ്സലാമിയുടെ മോനായിട്ടിക്കണ. ആദം നബി അലൈഹിസ്സലാമിയുടെ മോൻ ഷീസ് നബി അലൈഹിസ്സലാമിയുടെ മോനായിട്ടിക്കണ ഈ ഇദ്രീസ് നബി അലൈഹിസ്സലാം ചൊന്നു. ഇദ്രീസ് നബി അലൈഹിസ്സലാം അള്ളാഹു തആല ഇദ്രീസ് നബി അലൈഹിസ്സലാമിനെ സംബന്ധിച്ച് ചൊല്ലവിടെ അള്ളാഹു തആല ചൊന്ന ഇന്നഹു കാന സിദ്ദീഖൻ നബിയ്യ. ഇദ്രീസ് നബി അലൈഹിസ്സലാം സിദ്ഖുൽ ആലും നേരുകാരനും നബിയും കൂടിയായിട്ടിരുന്നത്. വറഫഅനാഹു മകാനൻ അലിയ്യ. മേലെയായ സ്ഥാനത്ത് ഇദ്രീസ് നബി അലൈഹിസ്സലാമിനെ ഞങ്ങൾ ഉയർത്തിരാൻ. അപ്പൊ ഇദ്രീസ് നബി അലൈഹിസ്സലാമിനെ മേലെയായ സ്ഥാനത്ത് ഉയർത്തിര എന്ന് ചൊന്നവിടെ പണ്ഡിതന്മാർ ചൊന്നത് നാലാമത്തെ ആകാശത്തിൽ മഹാനായ ഇദ്രീസ് നബി അലൈഹിസ്സലാം ഹയാത്തിലുണ്ട്, അതല്ലെങ്കിൽ സ്വർഗത്തില്. ഇദ്രീസ് നബി അലൈഹിസ്സലാം അള്ളാഹു തആല വലിയ സ്ഥാനം കൊടുത്തറ എന്നായിട്ട് അള്ളാഹു തആല ചൊന്നത്. അപ്പോൾ ആദം നബി അലൈഹിസ്സലാമിന്റെ കാലത്തിൽ തന്നെ ഇന്ന് 300 വർഷത്തോളം ആദം നബി അലൈഹിസ്സലാം ഇക്കം വാറുണ്ട്, ഇദ്രീസ് നബി അലൈഹിസ്സലാം ഉണ്ട്. ആദം നബി അലൈഹിസ്സലാം 1000 വർഷത്തോളം ജീവിച്ചു. അപ്പൊ ആദം നബി അലൈഹിസ്സലാമിനെ മക്കാണ്ടായിട്ടാകുമ്പോഴത്തേക്കും 4 ലക്ഷത്തോളം ആൾമാറിനാർ ആദം നബി അലൈഹിസ്സലാം വഫാത്താകുമ്പോൾ. അപ്പോൾ ഈ ഇദ്രീസ് നബി അലൈഹിസ്സലാം 300 വർഷം ആദം നബി അലൈഹിസ്സലാമിയുടെ ജീവനകാലത്തിലുണ്ട്. ഈ ഇദ്രീസ് നബി അലൈഹിസ്സലാമിയുടെ ഉയർത്തിലേക്ക് മുന്നോട്ട് ഇദ്രീസ് നബി അലൈഹിസ്സലാം ഭൂമിയിൽ 800 വർഷം ഇന്ന് ദീൻ പ്രബോധനയാക്കിയത്, ജനങ്ങളെ നല്ലതൊക്കെ വിളിച്ചിട്ട് ഒരുപാട് ഇബാദത്ത് ചെയ്തിട്ട് അങ്ങനെ ഇദ്രീസ് നബി അലൈഹിസ്സലാമിനെ സംബന്ധിച്ച് ഹയാത്തിലുണ്ട് എന്ന അഭിപ്രായം പണ്ഡിതന്മാർ ചൊന്നുകൊണ്ടാണ്. ഇദ്രീസ് നബി അലൈഹിസ്സലാം അള്ളാഹു തആല ഭൂമിയിൽ നിന്ന് ഉയർത്തിയത് ഈസാ നബി അലൈഹിസ്സലാമിനെ അള്ളാഹു ഉയർത്തിയത്. അതേപോലെ ഇദ്രീസ് നബി അലൈഹിസ്സലാമിനെ ഉയർത്തിയത് എന്നായിട്ട് റഫഅനാഹു മകാനൻ അലിയ്യ. ഇദ്രീസ് നബി അലൈഹിസ്സലാം അവർക്ക് സൂര്യയുടെ കൊണ്ട് ഏൽപ്പിക്കപ്പെട്ട മലക്ക്, അതായത് അള്ളാഹു തആല ഇവിടെ മലക്കിനെ പടച്ച് ആ മലക്കിനെ അള്ളാഹു തആല പല ഡ്യൂട്ടിയിലായിട്ടും അള്ളാഹു ഏൽപ്പിച്ചതാണ്. അവർക്ക് ഈ സൂര്യയുടെ ചൂട് ഭയങ്കര ചൂട്. അപ്പോൾ ഇതുകൊണ്ട് ഏൽപ്പിക്കപ്പെട്ട മലക്കാറ് ആ മലക്ക് കഷ്ടാവല്ലേ, ആ മലക്ക് സ്വറത്തെ കുറച്ചുകൂടി റബ്ബേ എന്ന് ഇദ്രീസ് നബി അലൈഹിസ്സലാം ദ്വാരം തിങ്ക. അപ്പോൾ മലക്ക് അള്ളാഹു തആല ഈസി ആക്കി കൊടുത്തതിന്റെ സ്വറത്ത്. അപ്പൊ മലക്കെടുത്ത് പടച്ചോണ്ട് ഇതെന്തേ. അപ്പോൾ ഭൂമിയിലുള്ളൊരു വ്യക്തി നിങ്ങൾക്ക് വേണ്ടി ദ്വാരുന്നത് ആരാത്? ഇദ്രീസ് നബി അലൈഹിസ്സലാം. പടച്ചോനെ ഞങ്ങൾക്ക് ഇദ്രീസ് നബി ആയിട്ടുള്ള സമ്പർക്കം വേണം, ചങ്ങായിത്തരം വേണം. അങ്ങനെ ഇദ്രീസ് നബി അലൈഹിസ്സലാമിന്റെ ആ മലക്ക് കൂട്ടുകെട്ടയത്ത് അങ്ങനെ മലക്കുകളെ കൂട്ടത്തിൽ റൂഹ് പിടിക്കുന്ന മലക്ക് അസ്രായിൽ അലൈഹിസ്സലാമിനോട്ട് നിന്റെ ആയുസത്തിൽ നീട്ടവുബേനായി ചൊല്ലണം എന്ന് ഈ മലക്കുടൊട്ടിക്ക് ഇദ്രീസ് നബി അലൈഹിസ്സലാം ചെന്നു. എന്ത് നിനക്ക് ഒരുപാട് ഇബാദത്ത് ചെയ്യണം എന്നുള്ള. ഇദ്രീസ് നബി അലൈഹിസ്സലാം ഭയങ്കര ഇബാദത്തുകാരനായിട്ടുണ്ട്. ഭയങ്കര നോമ്പും ഭയങ്കര നിസ്കാരവും ഭയങ്കര ഇബാദത്ത് ഇദ്രീസ് നബി അലൈഹിസ്സലാം. അപ്പൊ നമുക്കൊരു ഇബാദത്ത് ചെയ്യണം, അതാവില്ല. അള്ളാഹു കണക്കാക്കിയത്രയും ആയുസുള്ളേ. അങ്ങനെ ഈ മലക്കുൽ മൗത്ത് അസ്രായിൽ അലൈഹിസ്സലാമിനോട്ട പലക്ക പറയുകയായിട്ട് ഇദ്രീസ് നബി അലൈഹിസ്സലാമോട് വിളിച്ചോണ്ട് പോയിട്ടുണ്ട്. അങ്ങനെ ഇദ്രീസ് നബി അലൈഹിസ്സലാമോട് വിളിച്ചോണ്ട് പോയിട്ട് മലക്കരൽ മൗത്ത് റൂഹ് പിടിക്കുന്ന മലക്കരട്ടി ചെന്ന് ഭൂമിയിൽ നിന്നൊരു വ്യക്തി എൻ്റെ ഇഷ്ടപ്പെട്ട ആളെ ഞാൻ കൊണ്ടുവന്നില്ല, ഒന്ന് പലക്കറയണം. അങ്ങനെ അസ്രായിൽ അലൈഹിസ്സലാം വന്നിട്ടാകുമ്പോൾ റൂഹുടെ പിന്തിക്ക
ദുനിയാവിൽ ഇബാദത്ത് ചെയ്യുക ടൈം വേണം ചെന്നപ്പോൾ അതാവില്ല. അല്ല എനക്കൊന്ന് റെഡിയാവുകനായിട്ട് മരണത്തിന് റെഡിയാവുക, എന്നാ മരണത്തെ ഇത് അറിയിച്ച് തൻ്റെ എന്നൊക്കെ ചൊന്ത് എന്നും. അങ്ങനെ ഇദ്രീസ് നബി അലൈഹി സ്വലാം പിന്നെ സ്വർഗത്ത് പോയിട്ട് നരകത്തെ നോക്കിയിട്ട് ബയലോപ്പനാക്കബരായി ചൊന്ത് അവിടെ നോക്കിയിട്ട് സ്വർഗത്ത് പോയിട്ട് പിന്നെ ഇദ്രീസ് നബി അലൈഹി സ്വലാം ഒന്ന് അള്ളാഹുടെ റൂഹ് പിടിക്കബനായി ചൊന്ത്. അവർ റൂടെ പിടിച്ചിട്ടാകുമ്പോൾ ജനം റൂടെ മടക്കി കൊടുത്തിട്ടല്ല ആയാലും പിന്നെ ഈ സ്വർഗം നരകം ഇതെല്ലാം കണ്ട് തിരിച്ചു പറയാൻ പറ്റിയെങ്കിൽ ഇദ്രീസ് നബി അലൈഹി സ്വലാമുടെ ഭൂമിക്ക് പോകണമെന്ന് ചൊല്ലുമ്പോൾ മലക്കുൽ മൗത്ത് നീക്ക് ഇലിയൊക്കെ ടൈമായിട്ട് ഭൂമിക്ക് എത്താനും ചൊല്ലുമ്പോൾ സ്വർഗത്തെ മറത്തി പിടിച്ചോണ്ടത്ത് ബണ്ടില്ല. കാരണം ನಾನು മറനാൻ ചൊല്ലതിരെ കഷ്ടന അനുഭവിച്ചേ. അള്ളാഹു താല നരകത്തെ ഒന്ന് കാട്ടാട്ട് ആർക്കും ಬಿಡಿಲ್ಲ ಅಂತ, ನರಗത്തെ ഒന്ന് ಕಾಟೇನೆ. ಅವ ನರಗನ ಕಂಡ್ರೆ ನಾನು ಸ್ವರ್ಗತ್ತಿಗೆ ಎತ್ತಿದೆ, ನನ್ನ ಮರಣത്തെ ರುಜು നോക്കിയിട്ടായിട്ട് ನಾನೇನು ಬಂದಿಲ್ಲ. അപ്പോൾ ഇദ്രീസ് നബി അലൈഹി സ്വലാം മരണത്തെ രുചി നോക്കിയിട്ട് ജന്നാമത് അള്ളാഹു അയാത്താക്കി എന്നിട്ടായിരുന്നേറ്റിക്കടെ അവിടെ ഇദ്രീസ് നബി അലൈഹി സ്വലാം ഉള്ളായിരുന്നു. അപ്പോൾ ഇദ്രീസ് നബി അലൈഹി സ്വലാം ഹയാത്തിലുണ്ട്. ഭൂമിയിൽ 2 നബിമാരുള്ളത്, അത് ഇല്യാസ് നബി അലൈഹി സ്വലാമും ഖിളർ നബി അലൈഹി സ്വലാമും. ആകാശത്തുള്ളത് ഈസാ നബി അലൈഹി സ്വലാമും ഇദ്രീസ് നബി അലൈഹി സ്വലാമും എന്ന് പണ്ഡിതന്മാരൊക്കെ വിവരിച്ചതായിട്ട് കാണാം. അപ്പൊ ഇദ്രീസ് നബി അലൈഹി സ്വലാമിനെ കുറിച്ച് ഇദ്രീസ് നബി അലൈഹി സ്വലാമിനെ അള്ളാഹു മേലെയായ സ്ഥാനത്ത് ഉയർത്തില്ല എന്ന ഈ വ്യാഖ്യാനിച്ചവരായിട്ട് പണ്ഡിതന്മാർ ചെന്നത് 4ാമത്തെ ആകാശത്തിലോ അല്ല 7ാമത്തെ ആകാശത്തിലോ അല്ല സ്വർഗത്തിലോ ഇദ്രീസ് നബി അലൈഹി സ്വലാം ഹയാത്തിലുണ്ട് എന്ന്. അപ്പൊ ഇദ്രീസ് നബി അലൈഹി സ്വലാം പിന്നെ ഇതിനെ വ്യാഖ്യാനിച്ചവിടെ ഒരുപാട് ആളുമാർ ആ കാലഘട്ടത്തിൽ ജീവിച്ച ആളുമാരെ എല്ലാരെ ഇബാദത്ത് പോലത്തെ പ്രതിഫലം മഹാനായ ഇദ്രീസ് നബി അലൈഹി സ്വലാമുക്ക് കിട്ടിയോണ്ടിരുന്നത് എന്നും അവിടെ വ്യാഖ്യാനിച്ചിട്ടുള്ളത്. കാതോർത്ത് എല്ലാവർക്കും അള്ളാഹു ഖൈർ പ്രദാനം ചെയ്യട്ടെ. ബാക്കി ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ നമുക്ക് കാതോടുക്കാം. അള്ളാഹു സജ്ജനങ്ങളിലും സ്വാലിഹ്യങ്ങളിലും ഞങ്ങളെ അള്ളാഹു പെടുത്തി അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.